അങ്ങനെ നമ്മുടെ ദേവി പുറത്ത് നിന്നിട്ട് ഒരുപാട് കരയുന്നുണ്ട്. ആ കരച്ചിൽ കേട്ട് നിൽക്കാൻ വയ്യാഞ്ഞിട്ട് നമ്മുടെ ആനന്ദും ബാലനും വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകല ആനന്ദിനോട് പറയുന്നുണ്ട്, ഇവൻ അങ്ങനെയൊന്നും നിന്നെ ഒഴിവാക്കാൻ പറ്റില്ല, ഇവൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ, അങ്ങനെയൊന്നും അവൻ എന്നെ വിട്ട് പോകാൻ പറ്റില്ല, നമുക്ക് കോടതി പോയി കേസ് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവരങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഇവർ ദേവമംഗലക്കാർ മുഴുവൻ അനുഭവിക്കും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശ്രീകല. അത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ഇനി എൻ്റെ വീട്ടുമുറ്റത്ത് നിന്നിട്ട് ഒരു അക്ഷരം പോലും പറയരുത്, എല്ലാവരോടും പുറത്ത് പോകാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീകല ദേവിയെ പിടിച്ച് ഇറങ്ങുന്ന സമയത്ത് ദേവി ആനന്ദിൻ്റെ കൈ വേഗം മുറുക്ക പിടിക്കുന്നുണ്ട്. ആനന്ദിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബാലൻ വേഗം ദേവിയുടെ കൈ വിടിപ്പിച്ചിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. നമ്മുടെ ദേവിക്കാണെങ്കിൽ വലിയ സങ്കടം വന്നിട്ട് പോകുന്നുണ്ട്. എന്തായാലും പോണ സമയത്ത് നമ്മുടെ ശ്രീകല വീണ്ടും പറയുന്നുണ്ട്, ഒരാഴ്ച നിങ്ങൾക്ക് ഞാൻ സമയം തരാം, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ദേവിയെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ രൂപം കാണും, എൻ്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബാലനും എല്ലാവരും വീട്ടുകാരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും ദേവിയെ കൂട്ടിയിട്ട് നമ്മുടെ ശ്രീകല പോകുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.